ഗമനിയം ഭാഗം 2. വീഴല്ലേ മുത്തശ്ശ. പതിഞ്ഞൊരു ശബ്ദത്തോടൊപ്പം മെലിഞ്ഞ രണ്ട് കൈകളും മുത്തശ്ശന്റെ കൈകളിൽ പിടിച്ചു. ഒരുവിധം പിടിച്ച് മുത്തശ്ശന് അടുത്തുള്ള അരകത്തിലെത്തി. മുത്തശ്ശ, എന്ത് വെച്ചതാ? ആ പെൺകുട്ടി തട്ടി വിളിച്ചു. അപ്പോഴേക്കും അവിടെയുള്ള ആളുകളൊക്കെ ഓടി വന്നിരുന്നു. എന്താ എന്താ ആളുകളൊക്കെ ചോദിച്ചു. ഷുഗർ കുറഞ്ഞതാകുമെന്ന് തോന്നുന്നു, ആ പെൺകുട്ടി പറഞ്ഞു. അവൾ തന്റെ പ്രസാദത്തിലുള്ള ശർക്കര പൊടിച്ച് മുത്തശ്ശന് കൊടുത്തു. കുറച്ച് വെള്ളവും കുടിപ്പിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും മുത്തശ്ശന്റെ ആവശ്യതയൊക്കെ മാറി തുടങ്ങി. ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശ? അവള് ചോദിച്ചു. ഇപ്പൊ കുഴപ്പമില്ല മോളെ. ഒരുപാട് നന്ദി. മോള് പിടിച്ചില്ലെങ്കിൽ ഞാൻ അവളെ വീണു പോയേനെ, മുത്തശ്ശൻ പറഞ്ഞു. ഭഗവാന്റെ നടയിൽ അങ്ങനെ ഒന്നും വീഴില്ല മുത്തശ്ശ. മോളുടെ പേരെന്താ? സീത. സീത, നല്ല പേരാണല്ലോ. മുത്തശ്ശൻ പതുക്കെ അവളുടെ പേര് പറഞ്ഞു നോക്കി. പഠിക്കാണോ മോള്? എന്നെ കണ്ട അത്ര ചെറിയ കുട്ടിയായിട്ട് തോന്നുമോ? ഞാൻ കുട്ടിയൊന്നും അല്ലട്ടോ. പഠനമൊക്കെ കഴിഞ്ഞു. PSC ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ അംഗനവാടിയിലെ ടീച്ചറാണ്, സീത പറഞ്ഞു. ആഹാ, കുട്ടികളുടെ ടീച്ചറാണോ? അതെ. മുത്തശ്ശന്റെ വീട്ടിൽ നിന്ന് ആരോടെങ്കിലും വരാൻ പറയണോ? അവള് ചോദിച്ചു. വേണ്ട മോളെ, പുറത്ത് കാറുണ്ട്, ഡ്രൈവറോടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും മുത്തശ്ശന്റെ ഫോണിലൊരു കോള് വന്നു. നോക്കിയതും പപ്പനായിരുന്നു അത്. മുത്തശ്ശൻ പപ്പനോട് കാര്യം പറഞ്ഞു. മോള് ചെന്ന് ഡ്രൈവറിനോടൊന്ന് പൊയ്ക്കോളാൻ പറയോ? എന്റെ കൊച്ചുമോൻ വരുന്നുണ്ട്, അവൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മുത്തശ്ശൻ സീതയോട് പറഞ്ഞു. സീത വേഗം ചെന്ന് ഡ്രൈവറിനോട് കാര്യം പറഞ്ഞു. അയാൾ അപ്പൊ തന്നെ പപ്പനെ വിളിച്ച് ചോദിച്ചിട്ട് പോവുകയും ചെയ്തു. സീത മുത്തശ്ശന്റെ കൂടെ ഇരുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ലേ? അവള് ചോദിച്ചു. ഇല്ല മോളെ, അമ്പലത്തിൽ വരുമ്പോ അങ്ങനെ കഴിക്കാറില്ല. ഭക്ഷണം കഴിക്കാതെ അമ്പലത്തിൽ വരണമെന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല കേട്ടോ മുത്തശ്ശ, അവള് പറഞ്ഞു. മോള് കഴിച്ചോ? അവള് മുത്തശ്ശനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ കഴിച്ചില്ല, പക്ഷേ എന്റെ പ്രായമാണോ മുത്തശ്ശന്? ഇനി മുതൽ ഒന്നും കഴിക്കാതെ അമ്പലത്തിൽ വരരുത് കേട്ടോ, സീത പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോളാം മോളെ. എപ്പോഴും മോളുണ്ടാവില്ലല്ലോ സഹായിക്കാൻ. ഞാൻ ഇല്ലെങ്കിലും ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം മുത്തശ്ശ, സീത പറഞ്ഞു. ശരി ടീച്ചറെ, മുത്തശ്ശൻ ചിരിയോടെ പറഞ്ഞു. കുറച്ചായിട്ടും ആരും വരാതായപ്പോ സീതയ്ക്ക് ടെൻഷനായി തുടങ്ങി. അവൾക്ക് വീട്ടിലെത്തിയിട്ട് വേണം ഡ്രസ്സ് മാറി അംഗനവാടിയിൽ പോവാൻ. തുറക്കാൻ വൈകിയ കുട്ടികളെ കാത്തു നിൽക്കേണ്ടി വരും. അവിടെ ദയനീയമായി മുത്തശ്ശനെ നോക്കി. ആളും പുറത്തേക്ക് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരാള് സീതയെ വിളിച്ചത്. സീത. അവളും മുത്തശ്ശനെ നോക്കിയതും അത് വേണുമാഷായിരുന്നു. മാഷിനെ കണ്ടതും സീതയ്ക്ക് സമാധാനമായി. മാഷെ, ഈ മുത്തശ്ശന് ഷുഗർ കുറഞ്ഞൊന്ന് വയ്യാതായി. ആളുടെ പേരക്കുട്ടി വരുന്നത് വരെ മാഷ് ഇവിടെ ഇരിക്കുവോ? സീത ചോദിച്ചു. ഞാൻ ഇരിക്കാം വലിത്താൻ സാറേ. പപ്പനാണോ വരുന്നേ? വേണുമാഷ് ചോദിച്ചു. അതേ വേണു, അവൻ ഇപ്പൊ വരും. വേണുമാഷ് വിളിച്ച പേര് കേട്ട് സീത ഞെട്ടിപ്പോയി. വേണുമാഷേ, അമ്പലപ്പാട്ട് വലിത്താനാണോ ഇത്? സീത സ്വകാര്യമായി ചോദിച്ചു. അതെ മോളെ. വലിത്താൻ എന്നോട് ക്ഷമിക്കണം. ആളറിയാതെയാ ഞാൻ മുത്തശ്ശനെ വിളിച്ചത്. അതിനെന്താ, മോക്ക് എന്റെ പേരക്കുട്ടികളുടെ പ്രായമല്ലേ ഉള്ളൂ, അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. അവൾ ചമ്മലോടെ ഒന്ന് ചിരിച്ചു. എനിക്ക് വൈകുന്നതുകൊണ്ടാ. വൈകിയ കുട്ടികൾ പുറത്ത് കാത്തു നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉറപ്പായി ഞാൻ നിന്നേനെ, അവൾ പറഞ്ഞു. അതിനെന്താ, മോള് പൊയ്ക്കോ. പപ്പൻ ഇപ്പൊ വരും, പിന്നെ വീണു ഉണ്ടല്ലോ, നമുക്ക് പിന്നെ ഒരിക്കൽ കാണാം, മുത്തശ്ശൻ പറഞ്ഞു. ശരി മുത്തശ്ശ. വേണുമാഷേ, ഞാൻ ചെല്ലട്ടെ. സീത അവരോട് യാത്ര പറഞ്ഞു നടന്നു. വേണു അവളെ തന്നെ നോക്കുന്നത് കണ്ട് മുത്തശ്ശൻ സംശയത്തോടെ വേണുവിനെ നോക്കി. വേണുവിനെ അറിയോ സീതയെ? മുത്തശ്ശൻ ചോദിച്ചു. പിന്നെ അറിയാതെ, എന്റെ മകളായി വളരേണ്ടതായിരുന്നു, വേണുമാഷ് എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു. മനസ്സിലാവുന്നത് പോലെ പറയടോ, മുത്തശ്ശൻ പറഞ്ഞു. എന്റെ ജാനകിയുടെ മോളാ അവള്, വേണുമാഷ് പറഞ്ഞു. ഏത്, മരിച്ചുപോയ ജയന്റെയും രാധയുടെയും മകളോ? മുത്തശ്ശൻ ചോദിച്ചു. അതെ. അവൾക്ക് വേണ്ടിയല്ലേ ജാനകിയുടെയും തന്റെ വിവാഹം മുടങ്ങിയത്? മുത്തശ്ശന്റെ ചോദ്യം കേട്ട് വേണുമാഷ് വേദനയോടെ പുഞ്ചിരിച്ചു. മുത്തശ്ശൻ ദൂരേക്ക് എത്തിയ സീതയെ നോക്കി. അവൾ അമ്പലത്തിന്റെ കവാടത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയതും പപ്പനകത്തേക്ക് വന്നതും ഒരേ സമയമായിരുന്നു. ആ കാഴ്ചയിൽ
എന്തിനും മുത്തച്ഛന്റെ കണ്ണുകളൊന്ന് വിടർന്നു. പപ്പൻ മുത്തച്ഛന്റെ അടുത്തേക്ക് ഓടി വന്നു. സോറി മുത്തശ്ശ, കാർ ഒന്ന് പണി തന്നു, അതാ വൈകിയത്. വേണുമാഷ ഉണ്ടായിരുന്നല്ലേ ഇവിടെ? താങ്ക്സ് മാഷേ. എന്നോടല്ല പപ്പ, സീതയാണ് മുത്തച്ഛനെ സഹായിച്ചത്. വേണു പറഞ്ഞു. സീതയോ? അതാരാ? പപ്പ നെറ്റി ചോദിച്ചു. അതൊരു പെൺകുട്ടി, എനിക്കറിയില്ല. മുത്തശ്ശൻ പോവാനായി എഴുന്നേറ്റു. അപ്പൊ ശരി വേണു, പിന്നെ കാണാം. സീതമ്മോട് പറഞ്ഞേക്ക് എന്റെ പേരക്കുട്ടി വന്നിരുന്നുവെന്ന്, മുത്തശ്ശൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം, അവളിവിടെ എന്നും ഉണ്ടാവും, വേണു പറഞ്ഞു. പപ്പൻ മുത്തശ്ശനുമായി കാറിന്റെ അടുത്തേക്ക് നടന്നു. ഡ്രസ്സിൽ അഴുക്കായല്ലോ മുത്തശ്ശ. സീതമ്മോളില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും തലയിടിച്ച് വീണേനെ, മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ വീഴോ മുത്തശ്ശ? നമ്മുടെ ഭഗവാനല്ലേ. ഇത് തന്നെയാ സീതമ്മോളും പറഞ്ഞത്, മുത്തശ്ശൻ ചിരിയോടെ പറഞ്ഞു. നല്ലോണം പിടിച്ചെന്ന് തോന്നുന്നല്ലോ ആ പെണ്ണിനെ, ഒരു ചീതമോള്. കുശുമ്പനാവല്ലേ പപ്പ, മുത്തശ്ശൻ പൊട്ടിച്ചിരിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെല്ലാവരും ടെൻഷനോടെ അവരെ കാത്തിരിക്കുകയായിരുന്നു. മുത്തശ്ശനെ കണ്ടതും എല്ലാവരും വേഗം അകത്തേക്ക് കൊണ്ടുപോയി. എന്തൊക്കെയാ അച്ഛാ ഇത്? ശ്രദ്ധിക്കണ്ടേ? ഭക്ഷണം കഴിക്കാതെ ഇനി ഒരിടത്തും പോവരുത്. അമ്പലത്തിലായാലും അങ്ങനെ തന്നെയാ. ദൈവങ്ങൾ പറഞ്ഞിട്ടില്ല പട്ടിണി കിടന്ന് ചെല്ലാൻ, മീര പറഞ്ഞു. സീതമോളും അത് തന്നെയാ പറഞ്ഞെ, മുത്തശ്ശൻ ചിരിയോടെ പറഞ്ഞു. അതാരാ? എല്ലാവർക്കും ആകാംക്ഷയായി. മുത്തശ്ശൻ അവള് തന്നെ സഹായിച്ച കാര്യം അവരോട് പറഞ്ഞു. ഈശ്വരനായിട്ടാ ആ കുട്ടിയെ എപ്പോ അവിടെ എത്തിച്ചത്, മീര പറഞ്ഞു. പിന്നെ മുത്തശ്ശൻ വീണത് മരുഭൂമിയിലൊന്നുമല്ല, അമ്പലത്തിലാണ്. അവളല്ലെങ്കിൽ മറ്റൊരാളോട് ഉണ്ടാവുമായിരുന്നു, ഒരു ചീരമോള്. അപ്പനകത്തേക്ക് പോയി. ഈ ചെറുക്കൻ എന്താ പറ്റിയേ? മീര ചോദിച്ചു. ആ കുട്ടി എന്നെ സഹായിച്ചതൊക്കെ കുറച്ച് സ്നേഹത്തോടെ പറഞ്ഞപ്പോ അവൻ അസൂയ, അല്ലാതെ എന്താ? അത് ശരിയാ, കുഞ്ഞേട്ടനെ മുത്തച്ഛൻ വേറെ ആരോട് സ്നേഹം കാണിക്കാൻ പാടില്ലെന്ന ഒരു കുഞ്ഞിവാവ. ജോലി കളിയാക്കി. എല്ലാവരും ചിരി അടക്കിയെങ്കിലും അത് സത്യവുമായിരുന്നു. അപ്പച്ചി, സീത ഓടിയാണ് അകത്തേക്ക് കയറിയത്. ജാനകി എന്ന അവളുടെ അപ്പച്ചി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്താ മോളെ വൈകിയത്, പോകേണ്ടതല്ലേ? ജാനകി ചോദിച്ചു. അമ്പലത്തിലൊരു മുത്തച്ഛൻ തളർന്നു വീണു അപ്പച്ചി. ഞാൻ അരികിലുണ്ടായിരുന്നത്. ഷുഗർ കുറഞ്ഞ, പിന്നെ ശർക്കരയൊക്കെ കൊടുത്താണ് ആള് നോർമലായത്. ആ ആളുടെ കൊച്ചുമകൻ വരുന്നവരെ ഞാൻ കൂടെ ഇരുന്നതാ. പക്ഷെ നേരം കുറെ ആയിട്ടും വരാതായപ്പോ രക്ഷകനെ പോലെ ഒരാള് വന്നു. ആ ആളെ ഏൽപ്പിച്ചിട്ടാ പോന്നത്, അതാ വൈകിയത്. രക്ഷകനോ? അതാരാ? അതോ, അതെന്റെ അപ്പച്ചി പെണ്ണിന്റെ സ്വന്തം വേണുമാഷ്. സീത അപ്പച്ചിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹൈ, നോക്കിയേ, കവിളൊക്കെ ചുവന്ന ചെമ്പരത്തിപ്പൂ പോലെയായി. വെറുതെ ആണോ ആ വേണുമാഷ് ഇപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്നേ? എന്തിനാ അപ്പച്ചി ഇനിയും ആളെ കാത്തിരിപ്പിക്കുന്നേ? മതി പെണ്ണേ, നീ വല്ലതും കഴിച്ചു പോവാൻ നോക്കിയേ. പിള്ളേര് വന്ന് കാത്തിരിക്കേണ്ടി വരും കേട്ടോ. എനിക്കും ഇറങ്ങാറായി. അപ്പച്ചി പറഞ്ഞതും സീത വേഗം അകത്തേക്ക് ഓടി. പിന്നില്ലേ, അമ്പലത്തിലെ മുത്തശ്ശൻ ആരാണെന്നോ? അമ്പലപ്പാട്ട് വല്യത്താൻ. വേണുമാഷ് പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്, സീത അകത്തുനിന്നും വിളിച്ചു പറഞ്ഞു. ജാനകി പുറത്തേക്ക് ഒരു നെടുവീർപ്പോടെ നോക്കി. പുറത്തേക്കല്ലെങ്കിൽ ഒരു പൊടിമീശക്കാരൻ ഇരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. എന്തിനാ വേണു എനിക്ക് വേണ്ടി ജീവിതം ഇങ്ങനെ പാഴാക്കുന്നേ? അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അപ്പച്ചി, സീതയുടെ വിളി കേട്ടതും കണ്ണുകൾ തുടച്ച് അവരകത്തേക്ക് ചെന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെഡിയായി രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. അപ്പച്ചി വില്ലേജ് ഓഫീസറാണ്. മെയിൻ റോഡിലെത്തിയതും സീത വായനശാലയിലേക്ക് നോക്കി. വേണുമാഷ് എന്നത്തെയും പോലെ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് നോക്കെന്റെ അപ്പച്ചി, പാവം ജോലിക്ക് പോകുന്നതിന് മുൻപ് എന്റെ അപ്പച്ചിയെ കാണാനല്ലേ ഇവിടെ വരുന്നേ. കുട്ടിക്ക് തമാശ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ, ജാനകി ദേഷ്യപ്പെട്ടു. തമാശയായിട്ട് അപ്പച്ചിക്ക് തോന്നിയേ? എനിക്കെന്നാ തമാശ അല്ല. ഞാൻ കാരണല്ലേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അകന്നു സ്നേഹിക്കേണ്ടി വരുന്നേ. അത് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. എത്ര കാലമായിട്ട് ഞാൻ പറയുന്നു മാഷിനോട് സമ്മതം പറയാൻ. ഇതിപ്പോ അക്കരെ ഇക്കരെ നിന്ന് സ്നേഹിക്കുകയാണ് രണ്ടാളും. ഞാൻ വലുതായില്ലേ അപ്പച്ചി, ചെറിയൊരു ജോലിയും ഉണ്ട്. ഇനി എന്താ തടസ്സം? നിനക്കൊരു ജീവിതം ആവട്ടെ. എന്നിട്ട് എന്നിട്ട് രണ്ടുപേർക്കും കൂടി തീർത്ഥാടനത്തിന് പോവാനാണോ? അവൾക്ക് ദേഷ്യം വന്നു. കഷ്ടമുണ്ട് അപ്പച്ചി, മാഷിന് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ. സീതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് തിരിയാനുള്ള വഴി എത്തിയതും അവൾ വേഗം അവിടേക്ക് നടന്നു. ജാനകി സീത പോയ വഴി ഒന്ന് നോക്കി. അപ്പോഴേക്കും വേണുമാഷ് അങ്ങോട്ട് വന്നിരുന്നു. ഇന്ന് മഴക്കിട്ടാണോ പോയത്? ഞാൻ സംസാരിക്കാം അവളോട്. വേണ്ട വേണു, അവൾക്ക് വേണുവിനെ ഓർത്താൻ സങ്കടം.
അവള് കാരണമല്ലേ വേണു ഇങ്ങനെ വിഷമിക്കുന്നത്. അതിന് എനിക്കെന്താ സങ്കടം? നമ്മൾ സ്നേഹിക്കുന്നത് നമുക്കറിയാലോ. പിന്നെ താലി കെട്ടി കൂടെ താമസിച്ചാലേ സ്നേഹിക്കാൻ പറ്റുമെന്നൊന്നുമില്ലല്ലോ. വേണുവിന് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ഞാൻ എത്ര പറഞ്ഞതാ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ. അപ്പൊ നീയോ? ഞാൻ സീതയുണ്ടല്ലോ എനിക്ക്. ജാനകിക്ക് വാക്കുകളില്ലായിരുന്നു. അവൾ എന്റെയും മകളല്ലേ ജാനകി. അങ്ങനെ കരുതാനേ എനിക്ക് പറ്റൂ. ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച്, അതെന്നായാലും, വേണു പറഞ്ഞു. ജാനകി ഓഫീസിലേക്ക് കയറിയതും വേണുമാഷ് സ്കൂളിലേക്ക് നടന്നുകൊണ്ട് ഫോൺ എടുത്ത് കോൾ ചെയ്തു. ഹലോ സീതമോളെ. പറയും മാഷിച്ച. ഒറ്റയ്ക്കുള്ളപ്പോ വേണുമാഷ് അവൾക്ക് മാഷച്ചനാണ്. എന്നും വഴക്കിട്ടോ അപ്പച്ചിയോട്? മാഷിച്ചൻ എന്നോട് വഴക്ക് വേണ്ടട്ടോ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് എന്റെ സ്വപ്നം തന്നെയാണ്. അതിനുവേണ്ടിയല്ലേ. അതൊക്കെ നടക്കുവൻ കൊച്ചേ. നീ വെറുതെ അവളോട് വഴക്കിടണ്ട. വേണു സീതയെ ഉപദേശിച്ചു. ശരി. മാഷിച്ചൻ എപ്പോഴും അപ്പച്ചിയുടെ ഭാഗത്തല്ലേ നിൽക്കും. എനിക്കറിയാം, സീത പരിഭവത്തോടെ പറഞ്ഞു. എന്റെ മോള് ചെന്ന് ആ കുഞ്ഞിപ്പിള്ളേരെ നോക്കിയേ. അവരെ പഠിപ്പിച്ചപ്പോ നീയും അവരുടെ പോലെ ആയിട്ടുണ്ട്. വേണു അവളെ കളിയാക്കി. ശരി മാഷിച്ച. പിള്ളേര് വന്നെന്ന് തോന്നുന്നു. സീത ഫോൺ കട്ട് ചെയ്തു. പുറത്തേക്ക് ചെന്ന് നോക്കിയതും കുട്ടികളായിരുന്നു. അവരെ അകത്തേക്ക് ഇരുത്തി അവൾ ബാക്കി ജോലികളിലേക്ക് തിരിഞ്ഞു. ഉച്ചയ്ക്ക് കുട്ടികൾ ഉറങ്ങിയ നേരം കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്താരോ വന്നത്. സീത ടീച്ചറേ. ആ വിളി കേട്ടതും സീതയുടെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. അവള് പുറത്തേക്ക് ഇറങ്ങി. എന്ത് വേണം? അവള് ഗൗരവത്തോടെ ചോദിച്ചു. അതെന്ത് ചോദ്യമാ സീതപ്പെണ്ണെ? നിന്നെ കാണാനല്ലാതെ ഞാൻ എന്തിനാ ഇവിടെ വരുന്നേ? കിട്ടി കഴിയാത്തോണ്ട് ഇവിടെ ചേർക്കാൻ എനിക്ക് പിള്ളേരും ഇല്ല. അതെങ്ങനാ? നീ ഒന്നും മനസ്സ് വെക്കുന്നില്ലല്ലോ. എന്നാലല്ലേ എന്റെ പിള്ളേരെ നിനക്ക് പഠിപ്പിക്കാൻ പറ്റൂ. അയാള് പറഞ്ഞത് കേട്ട് സീതയ്ക്ക് ദേഷ്യം കയറി. വിശ്വജിത്ത് കുറെ കാലമായി തുടങ്ങിയ ശല്യമാണ്. എത്ര പറഞ്ഞിട്ടും പുറകെ തന്നെയുണ്ട്. നാട്ടിലെ പെണ്ണേഴ്സുകളിൽ എല്ലാത്തിലും പേരുള്ള അവനെ കാണുന്നത് തന്നെ സീതയ്ക്ക് ദേഷ്യമാണ്. പക്ഷെ അവനെ വാക്കുകൊണ്ട് എതിർക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ സീതയെ കൊണ്ട് പറ്റില്ല. അപ്പച്ചിയെ പോലും അറിയിക്കാത്തൊരു കാര്യമാണിത്. സീതപ്പെണ്ണെ. ആ വിളിച്ചതും സീത ഞെട്ടിയാണ് നോക്കി. ഇയാളൊന്ന് പോയേ. എന്റെ പിള്ളേർ ഉറങ്ങുന്ന സമയമാണ്. അത് ശല്യം ഉണ്ടാക്കല്ലേ. നിന്റെ പിള്ളേരെന്നൊക്കെ പറഞ്ഞ് നിന്നെ വെറുതെ കുഴപ്പത്തിലാക്കല്ലേ വേണേ. നിനക്ക് പിള്ളേരുണ്ടാവുന്നേ അവരുടെ അപ്പനെയും ഞാനാവും. അത് ഇയാളുടെ സ്വപ്നം മാത്രമാണ്. തന്റെ കൈ എന്റെ ശരീരത്തിൽ തൊടുന്ന ദിവസം എന്റെ മരണമായിരിക്കും. സീത ഉറപ്പോടെ പറഞ്ഞു. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയാതെ സീതപ്പെണ്ണെ. നിനക്ക് എന്നെ വെറുപ്പാണെന്നറിയാം. പക്ഷെ നീയാണ് സത്യം. നിന്നെ കണ്ടതിൽ പിന്നെ ഞാൻ ഒരു പെണ്ണിനെയും തേടി പോയിട്ടില്ല. വിശ്വജിത്ത് ഉറപ്പോടെ പറഞ്ഞു. സീത അവൻ നിർവികാരമായി നോക്കി. താൻ ആരെ വേണമെങ്കിൽ നോക്കിയോ. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. അവളെ തൊഴുതുകൊണ്ട് പറഞ്ഞു. എന്റെ പെണ്ണി എന്ന് പിള്ളേരെ പഠിപ്പിച്ചോ. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഉത്സവമല്ലേ വരാൻ പോണത്. കുറച്ച് തിരക്കുണ്ട്. അവൻ ബുള്ളറ്റിൽ കയറി അവിടെ നിന്ന് പോയി. സീത അകത്തേക്ക് കയറി മേശയിലേക്ക് കിടന്നു. എന്തൊരു ശല്യമാണ്. അവനെ തൊട്ട ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലാവും. രണ്ട് പെണ്ണുങ്ങൾ മാത്രമായി ജീവിക്കുമ്പോ ഇവനെ പോലുള്ള ആളുകളെ പേടിക്കുക തന്നെ വേണം. സീതയ്ക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. ഫോണിലെ പേര് കണ്ട് അവളുടെ മുഖം തെളിഞ്ഞു. വരദ എന്ന വീരു സീതയുടെ ഉറ്റ കൂട്ടുകാരിയാണ്. വീരു, നീ എങ്ങനെയാ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഇത്ര കൃത്യമായിട്ട് എന്നെ വിളിക്കുന്നേ? സീത ചോദിച്ചു. എന്താടി? അയാള് വന്നിരുന്നു, ആ വിശ്വജിത്ത്. എന്നിട്ടെന്താ? അവന്റെ ഓരോ സംസാരം, അവന്റെ പെണ്ണെന്ന് കേൾക്കുമ്പോ ആകെ പൊള്ളുന്നത് പോലെ തോന്നും. എനിക്ക് സഹിക്കാൻ പറ്റണില്ല വീരു. നിന്നെ ശല്യം ഒഴിവാക്കാൻ ആരോ അവൻ സഹായിക്കാം. നീ വിഷമിക്കാതെ. വില്ലന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു നായകൻ വന്നല്ലേ പറ്റൂ. നോക്കിയിരുന്നാ മതി. ഇപ്പൊ ഒരു നായകൻ. എന്റെ മഹാദേവൻ തന്നെ ഇറങ്ങി വരണം അവന്റെ ശല്യം തീർക്കാൻ. നിനക്കറിയില്ലേ, ദൈവങ്ങൾ അങ്ങനെ ഇറങ്ങി വരില്ല. പകരം മറ്റൊരാളെ ചുമതലപ്പെടുത്തും. എന്റെ സീതമോളെ നന്നായി നോക്കണേടാ എന്ന് പറഞ്ഞു. വെറുതെ ചിരിയോടെ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ കാത്തിരിക്കുന്നുണ്ട് നായകൻ വരൂ എന്റെ പെണ്ണെ. വെറുതെ ഉറപ്പോടെ പറഞ്ഞു.